അടൂർ പ്രകാശ് ബാംഗ്ലൂർ പോയി. എനിക്ക് എന്തോ ഗിഫ്റ്റ് തന്നു. ആ ഗിഫ്റ്റ് തന്നത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ, എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ. ഇത് കവർ കൊണ്ട് തന്നു, സത്യാവസ്ഥയാണ്. ആ കവറിനകത്ത് ഉണ്ടായിരുന്ന എന്താണ് എന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല? ആ കവറിനകത്ത് തന്നത് എന്തോ ഡേറ്റ്സോ അങ്ങനെയുള്ള ഏതോ സാധനമാണ് തന്നത്. ഞാൻ അവിടെ ഉള്ളവർക്ക് തന്നെ അത് കൊടുക്കുകയും ചെയ്തു. കാര്യം ഞാനിതൊന്നും അങ്ങനെ കൂടുതൽ ഉപയോഗിക്കത്തില്ല എന്നതുകൊണ്ട് അപ്പൊ തന്നെ അവിടെ ഉള്ള ആളുകൾക്ക് കൊടുക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അങ്ങയുടെ പേര് ഇങ്ങനെ MP മത്സരിക്കുന്നുള്ള ഉയർന്നു കേൾക്കുന്നുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. അല്ല, അതൊക്കെ ചില ആളുകൾ ചില ആളുകൾ എന്നേ ഞാൻ പറയുന്നുണ്ട്. ചില ആളുകൾ സെറ്റ് ചെയ്ത് വെച്ച് ഏതായാലും ഇന്ന് അത് റിപ്പോർട്ടർ ചാനലിൽ ഇത്രമാത്രം വേറെ ഒരു വിഷയവും ഇത് പ്രധാനമന്ത്രി കേരളത്തിൽ വരികയാണ്. പ്രധാനമന്ത്രി വരുന്ന കാര്യങ്ങളൊന്നും റിപ്പോർട്ടർ ചാനലിലില്ല. അടൂർ പ്രകാശ് മാത്രമേ ഉള്ളൂ രാവിലെ മുതൽ. പ്രധാനമന്ത്രി വരുന്ന കാര്യങ്ങളെ കുറിച്ചോ അതേക്കുറിച്ച് അത് ചിലപ്പോൾ ആകാം. പലപ്പോഴും ഇത് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ കോൺഗ്രസിനുള്ളിലുള്ളവരുമുണ്ട് അല്ലാതുള്ളവരുമുണ്ട് എന്ന് ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. ഞാനതിനെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇന്ന ആളാണ് എന്റെ പിന്നിൽ എന്നതിനെ കുറിച്ച്. ഒരുപക്ഷെ നിങ്ങൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷണം നടത്തി കണ്ടെത്തുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അത് കണ്ടെത്താനുള്ള അവസരം കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.